നമസ്കാരം. വയനാട് 2023 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സുമി, 2023 വയനാടിനെ സംബന്ധിച്ച് ഏറെ സംഭവബഹുലമായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ, വന്യമൃഗശല്യം ഉൾപ്പെടെ, രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അങ്ങനെ ചുരം ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ 2023 വയനാട്ടിനെ സംബന്ധിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അതിലിപ്പോൾ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് വന്യമൃഗശല്യം തന്നെയാണ്. അതിൽ കടുവയുടെ ആക്രമണത്തിൽ 2 ജീവനുകളാണ് നമ്മുടെ ജില്ലയിൽ നഷ്ടപ്പെട്ടത്. വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. പുതുശ്ശേരിയിലെ തോമസ്, അതുപോലെ വാഗേരിയിലെ പ്രജീഷ്, വളരെ വേദനാജനകമായ സംഭവം. നമുക്ക് അറിയാം, ഈ വയനാട്ടിലെ പാവപ്പെട്ട കർഷക ജനത അവൻ അന്നന്നത്തെ വിശപ്പ് അകറ്റുന്നതിന് വേണ്ടി സ്വന്തം കൃഷിയിടത്തിൽ പണി ചെയ്തുകൊണ്ട് കുടുംബം പുലർത്തുന്ന ഒരു അവസ്ഥ, അതിലേക്ക് പുറത്തിറങ്ങുമ്പോഴാണ് വളരെ ദാരുണമായിട്ട് കടുവ വരികയും പകുതി ഭക്ഷിച്ച് പ്രജീഷിന്റെ മൃതദേഹമൊക്കെ കണ്ടപ്പോൾ വളരെ കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്തരത്തിലുണ്ടായിരുന്നത്. ഈ ഒരു സംഭവം തോമസിന്റെ മരണത്തോടു കൂടി ഒരുപാട് കാര്യങ്ങളുമായി നമ്മുടെ സർക്കാരും പതിവ് പല്ലവി എന്നുള്ളതുപോലെ തന്നെ മുന്നോട്ട് വന്നു. പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയാൽ ഒരു പരിധിവരെ നമുക്ക് ഈ വന്യമൃഗശല്യം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. തീർച്ചയായും നമുക്കറിയാം, ഇപ്പൊ ഈ കൽമതില്, അതുപോലെ ഫെൻസിങ്, ഈ സംഭവങ്ങളൊക്കെ, ഇത് കൽമതിലാണെങ്കിൽ ആന വന്നത് തകർത്തത് പോകുന്നു. പക്ഷെ അപ്പോൾ തന്നെ അതിന്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഫെൻസിങ്ങിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. കൃത്യമായി ഫെൻസിങ് സംവിധാനം കാര്യക്ഷമമാണോ എന്ന് വനം വകുപ്പ് പരിശോധിക്കുക, എവിടെയെങ്കിലും ഫെൻസിങ് തകർന്നിട്ടുണ്ടെങ്കിൽ അത് പുനർനിർമ്മിക്കുക. ഈ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് വീണ്ടും ആ ഒരു കർഷകരുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. കാരണം തോമസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാഗ്ദാനങ്ങളുമായി സർക്കാരും മറ്റ് സംഘടനകളൊക്കെ വന്നിരുന്നു. ആ ഒരു വിഷയത്തിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചു വയനാടൻ ജനത. ഇനി ഇത്തരത്തിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരു കർഷകനും കൊല്ലപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷെ അത് ശരിക്കും പാഴ്വാക്കായി എന്ന് തന്നെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അത് പറയേണ്ടത്. കാരണം ആ പാഴ്വാക്കായതുകൊണ്ടാണ് പ്രജീഷ് എന്നൊരു കർഷകന് ഇവിടെ സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്നത്. കാരണം ഈ തോമസിന്റെ മരണത്തോടെ കുറേ പ്രശ്നങ്ങൾ, കുറേ രാഷ്ട്രീയ പാർട്ടിക്കാർ, നമുക്കറിയാം എന്ത് വിഷയമുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ആദ്യം തന്നെ അതിലേക്ക് ചാടി പുറപ്പെടും, പിന്നെ അവരതിൽ കാണില്ല. പൊതുവെ കാണുന്നൊരു അവസ്ഥയാണ്. ആ ഒരു വിഷയം തുടർന്ന് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഈ ഒരു പ്രജീഷിന്റെ മരണത്തിലേക്ക് അത് വഴി. പ്രജീഷിന്റെ മരണം കഴിഞ്ഞു, അവിടുത്തെ കോലാഹലങ്ങളൊക്കെ അടങ്ങി. പക്ഷെ ഇപ്പോഴും അവിടെ കടുവ ശല്യമുണ്ട്. ഈ അടുത്ത ദിവസം തന്നെ കടുവ ആടിനെ കൊന്ന സംഭവമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രജീഷിന്റെ മരണവും ഇതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കടുവയെ പിടികൂടണം, കടുവയെ പിടികൂടി വെടിവെച്ച് കൊല്ലണം, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായി. ആ 1-2 ദിവസം അതിന്റെ ഒരു അലയൊളികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ വീണ്ടും തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അത് കെട്ടടങ്ങി. പക്ഷെ പല ഭാഗങ്ങളിലും ഈ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു കടുവ വിഷയം മാത്രമല്ല, നമുക്കറിയാം വയനാട്ടിലെ വിനോദസഞ്ചാരത്തിനെത്തിയ ഒരു അധ്യാപികയെ കാട്ടാന ചവിട്ടിക്കൊന്നു, കർഷകരെ കാട്ടാന ചവിട്ടിക്കൊന്നു. നിരവധിയായ സംഭവങ്ങൾ ഇതുപോലെയുണ്ട്. മറ്റു വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം പരിക്കേൽക്കുന്നവരും, കരടിയുടെ, നമുക്ക് ഈ ഒരു 2023 എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടിയാണിത്. കരടിയുടെ ആക്രമണം മൂലം കർഷകർക്ക് പരിക്കേറ്റ സംഭവം ഒന്നല്ല, 4-5 സംഭവങ്ങൾ വയനാട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ വന്യമൃഗശല്യത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും ആക്രമിക്കപ്പെടുന്ന വിവരങ്ങൾ അത് ഒന്നുമല്ലാതായിത്തീരുകയാണ്. എത്രയോ കർഷകരെയാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ചിരിക്കുന്നത്. അവരുടെ വളർത്തുമൃഗങ്ങളെ കൊന്നും കൊല്ലാതെയും ഒക്കെ പാതിജീവനുകളായിട്ട് ജീവിക്കുന്ന പശു, ആട് ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ ഒക്കെ, ഇതൊക്കെ നമുക്കറിയാം ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ ആ ഒരു വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ, കർഷക ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മൂലം ആണ് നമ്മൾ എന്ത് ചെയ്തത്, ക്ഷീരമേഖലയിലേക്ക് ചേക്കേറിയത്. പക്ഷെ ഈ വന്യമൃഗശല്യം യഥാർത്ഥത്തിൽ ക്ഷീരമേഖലയെ പാടെ തുടച്ചു നീക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു വന്യമൃഗശല്യത്തിന്റെ രൂക്ഷതയാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ കാടും നാടും വേർതിരിക്കുക എന്നുള്ളൊരു അത് യാഥാർത്ഥ്യമായാൽ മാത്രമേ ഈ ഒരു വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം. എത്രയോ കാലങ്ങളായിട്ട് വയനാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ് ഇങ്ങനെ ഈ കാടും വീടും വേർതിരിക്കുക, കാടും നാടും വേർതിരിക്കുക എന്നുള്ള ഒരാവശ്യം. ഈ കാടും നാടും വേർതിരിക്കുക, സുമി സൂചിപ്പിച്ചതുപോലെ ശാശ്വത പരിഹാരം തന്നെയാണ്. പക്ഷെ അതിന്റെ നടപടികൾ വേണം. നമുക്കറിയാം, ഏത് വന്യമൃഗശല്യം ഉണ്ടായാലും, ഈ ഒരു മനുഷ്യനെ കൊന്നാലും, മൃഗങ്ങളെ കൊന്നാലും, വളർത്തുമൃഗങ്ങളൊക്കെ കൊന്നു കഴിഞ്ഞാൽ അപ്പോൾ
രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്നത് കാടും നാടും വേർതിരിക്കുക. പക്ഷേ ഈ കാടും നാടും വേർതിരിക്കുന്നതിന് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. നമുക്കറിയാം സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറഞ്ഞതുപോലെ ഇതിന് ഓരോ നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി പാലിക്കപ്പെട്ട് അതിൻ്റെ ഒരു നടപടികളിലേക്ക് വന്നാൽ മാത്രമേ ഈ ഒരു കാടും നാടും വേർതിരിക്കാൻ കഴിയുള്ളൂ. എന്തായാലും നമുക്ക് ഈ ഒരു 2024 അതിനുള്ള വേണ്ട ഇനിയിപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് 2024. അപ്പോൾ അത്തരമൊരു നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. മറ്റൊരു പ്രശ്നം ജില്ല നേരിടുന്നത് ചുരത്തിലെ ഗതാഗത പ്രശ്നം തന്നെയാണ്. ഇപ്പൊ വയനാട്ടുകാർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ചുരം ഇറങ്ങാതെ നടക്കില്ല. അതേസമയം നമ്മുടെ ഒരു വയനാട്ടുകാരുടെ ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാം ഈ തൊട്ടടുത്ത വയനാടിന് അത്തരത്തിലൊരു പ്രത്യേകത ഉണ്ട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയാണ്. നമുക്ക് കർണാടകയിലേക്ക് പോകാം, സുഗമമായി പോകാം, തമിഴ്നാട്ടിലേക്കും പോകാം. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ കണ്ണൂരിലേക്കോ കോഴിക്കോടോ പോകണമെങ്കിൽ നമുക്ക് ചുരം ഇറങ്ങാതെ പറ്റില്ല. പക്ഷേ ഈ ചുരത്തിലെ ഗതാഗത കുരുക്ക് കുറച്ചൊന്നും അല്ല വയനാട്ടുകാരെ ബുദ്ധിമുട്ടി, വളരെ വലിയ രൂക്ഷമായ ഒരു അതെ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ബസ് കുടുങ്ങി, യാത്രക്കാർ ബുദ്ധിമുട്ടി. ഈ ക്രിസ്മസും പുതുവത്സരം ആഘോഷിക്കാനൊക്കെ ഒരുപാട് സഞ്ചാരികൾ നമ്മുടെ ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ സംവിധാനം ഉണ്ടാക്കാം എന്ന് പറയുന്നതല്ലാതെ യാതൊരു സംവിധാനവും ഉണ്ടാക്കുന്നില്ല. ഇത് പറയുമ്പോൾ തന്നെ സുമി, നമുക്കറിയാം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ കുടുങ്ങുന്ന, അവിടെ അനുഭവിക്കുന്ന ദുരവസ്ഥ. അതെ, ഒരു ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമില്ല. ബസ് യാത്രക്കാർക്കാണ് ഏറെ ബുദ്ധിമുട്ട്. സ്വന്തം വാഹനങ്ങളിൽ പോകുന്നവർക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും എങ്കിലും പറയുകയാണ്. അതുപോലെ വിദ്യാർത്ഥികൾ, നമ്മുടെ പുറത്തു പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊരു ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ അതല്ലെങ്കിൽ അവർക്ക് ഇവിടുന്ന് വയനാട്ടിലുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പരീക്ഷ എഴുതാനൊക്കെ പോകണമെങ്കിലൊക്കെ കൃത്യസമയത്ത് എത്തിപ്പെടുമോ എന്ന കാര്യം പോലും വളരെ ആശങ്കയുള്ളൊരു കാര്യം തന്നെ. മുൻപൊക്കെ നമുക്ക് 1-2 മണിക്കൂറുകളായിരുന്നു ചുരത്തിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ 4-5 മണിക്കൂർ. നമുക്കറിയാലോ ഇതിന് മുൻപൊക്കെ ഉണ്ടായിരുന്ന ഓരോ വിഷയങ്ങളും 4-5 മണിക്കൂറൊക്കെയാണ് ചുരത്തിൽ കുടുങ്ങുന്നത്. ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഗതാഗത കുരുക്കിനുള്ള ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയിലായിരുന്നു നമ്മുടെ ആദ്യത്തെ വയനാട്ടിലെ കലക്ടറായിരുന്ന ഗീത. അവർ കോഴിക്കോടേക്ക് സ്ഥലം മാറിപ്പോയ സമയത്ത് തന്നെയായിരുന്നു ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക. ഇഷ്ടംപോലെ ഭാരവാഹനങ്ങളാണ് ഈ പകൽ സമയങ്ങളിലൊക്കെ ചുരം കയറി വരുന്നത്. അത്തരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി കഴിയുകയാണെങ്കിൽ ഈ വിഷയങ്ങൾക്ക് ഒരു പരിധിവരെ, പൂർണ്ണമായും പരിഹാരം കാണാൻ കഴിയില്ല, എന്നിരുന്നാലും ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ ഉത്തരവ് വെറും ഒരു കടലാസിൽ ഒതുങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ശനിയും ഞായറും മറ്റ് അവധി ദിവസങ്ങളിലും നിർബാധം ഈ ടോറസുകൾ ഉൾപ്പെടെ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ചുരം കയറുന്ന ഒരു അവസ്ഥ. അത് യഥാർത്ഥത്തിൽ അത്തരമൊരു വാക്ക് പറഞ്ഞു എന്നതിലുപരി അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചുരത്തിൽ തകരാറിലാവുന്ന വാഹനങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ KSRTCയും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെ ചുരത്തിൽ കുടുങ്ങിയിരുന്നു. ആ സമയത്ത് ചുരത്തിൽ കുടുങ്ങുന്ന വാഹനങ്ങളെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ ഉള്ള ക്രെയിൻ സംവിധാനം അത് നടപ്പായില്ല. ചുരത്തിൽ പോലീസ് സംവിധാനം, താൽക്കാലികമായി ബാത്റൂം സൗകര്യം, ഇതെല്ലാം വാക്കുകളിൽ ഒതുങ്ങുകയാണ്. അവിടെ ശ്രദ്ധ കുറവുകൊണ്ട് വരെ ഗതാഗത തടസ്സം ഉണ്ടാകുന്നു. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഇന്ധനമില്ലാത്തതിനെ തുടർന്ന് ബസ് വഴി കിടക്കേണ്ട ഒരു സാഹചര്യം ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആ ഒരു ചുരം കയറുന്നതിന് മുൻപ് ഇന്ധനമൊക്കെ ഉണ്ടോ? നമുക്കറിയാം അടിവാരത്തും ഈങ്ങാപ്പുഴയും മറ്റു സ്ഥലങ്ങളിലൊക്കെ പെട്രോൾ പമ്പുകളുണ്ട്. അവിടുന്ന് കൃത്യമായി ഇന്ധനം നിറച്ച് വരികയാണെങ്കിൽ ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരില്ലായിരുന്നു. ചുരത്തിന് ഏറ്റവും വലിയൊരു വിഷയമാണ് വയനാടിനെ സംബന്ധിച്ച്. എന്തായാലും അതിനൊരു ബദൽ സംവിധാനം കണ്ടെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ 2-3 ബദൽ സംവിധാനങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് കള്ളാടി തുരങ്കപാത ആണ്, തുരങ്കപാത പറയുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മന്ദഗതിയിലാണെങ്കിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ ആലോചിച്ച് വരുന്നുണ്ട്. ഈ ജനുവരി മാസത്തോടെ സ്വകാര്യ വ്യക്തികളിൽ നിന്നുൾപ്പെടെ സ്ഥലം ഏറ്റെടുത്ത് അവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും അതിന് കുറച്ചുകൂടെ ഈ ഒരു വിഷയം വന്നതോടുകൂടി, ചുരത്തിലെ ഈ ഒരു ഗതാഗത പ്രശ്നം വന്നതോടുകൂടെ എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചും കൂടെ ഒരു വേഗത വർദ്ധിച്ചിട്ടുണ്ട്. ഈ തുരങ്കപാതയ്ക്കൊപ്പം തന്നെയാണ് നമ്മുടെ പൂഴിത്തോട് ബദൽപാത എന്നുള്ളത്. അതൊക്കെയാണ് ആദ്യം മുതൽ തന്നെ വയനാട്ടിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന കാര്യങ്ങൾ. ഈ കുറഞ്ഞ ഭാഗം മാത്രമാണ് വനഭൂമി, അതിനു പകരം ഇരട്ടി ഭൂമി വനം വകുപ്പിന് സ്വകാര്യ വ്യക്തികൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഈ പറഞ്ഞതുപോലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് തന്നെ അതും ചുവപ്പ് നാടിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചിപ്പിലിത്തോട് മരുത്തിലാവ് പാത, അതും കുഴപ്പമില്ലാത്ത പാതയാണ്, ബൈപ്പാസ്, ചുരം ബൈപ്പാസ് എന്നുള്ള. അപ്പൊ കഴിഞ്ഞ ദിവസം താമരശ്ശേരി ബിഷപ്പൊക്കെ അതുവഴി സന്ദർശിക്കുകയും വളരെ പ്രധാനപ്പെട്ട ഒരു പാത തന്നെയാണ്. ഈ ഒരു ബൈപ്പാസ് വരുന്നതോടുകൂടി ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ആവും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രധാനമായും നമ്മുടെ കള്ളാടി ആനക്കാമ്പോയിൽ തുരങ്കപാതയും പൂഴിത്തോട് ചിപ്പിലിത്തോട് റോഡും ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ബൈപ്പാസും ഇതൊക്കെ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ
നമ്മൾ ഈ തുറന്ന ജയിലിലുള്ള നമ്മുടെ ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ കഴിയും. തീർച്ചയായും. അതെ. പിന്നെ നമ്മൾ കണ്ട ഒരു വലിയൊരു വിഷയം എന്ന് പറയുന്നത് മാവോയിസ്റ്റ് വിഷയമാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് വിഷയം ഇത്തവണ ഉണ്ടായത് വയനാട്ടിലാണ്. നമുക്കറിയാം, അക്കിമലയിൽ KFDCയുടെ ഓഫീസ് അടിച്ചു തകർത്ത് അതിലായിരുന്നു ആ ഒരു അക്രമത്തിന്റെ ഒരു തുടക്കം. അതിലായിരുന്നു KFDCയുടെ ഓഫീസ്. അത് പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ അവിടെയുള്ള തൊഴിലാളികൾ, ശ്രീലങ്കൻ അഭയാർത്ഥികളായിട്ടുള്ള അവരെ തൊഴിൽ നൽകി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സംരംഭം തന്നെ തുടങ്ങിയത്. പക്ഷെ അവരുടെ ഒരു പാടികൾ ഇപ്പോഴും വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലായിരുന്നു. അത് നന്നാക്കണമെന്നാണ് പ്രധാനമായും മാവോയിസ്റ്റുകൾ ആവശ്യപ്പെടുന്നത്. അതിന്റെ പേരിലാണ് 2 തവണ ആദ്യം ഈ KFDC ഓഫീസ് അടിച്ചു തകർക്കുന്നു. അതിനുശേഷമാണ് പോലീസ് തന്നെ ഇത്തരത്തിൽ ക്യാമറകളൊക്കെ അവിടെ സ്ഥാപിച്ചു, നിരീക്ഷണ ക്യാമറകളൊക്കെ. പക്ഷെ അതും മാവോയിസ്റ്റുകൾ വന്ന് തല്ലി തകർക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പകൽ സമയങ്ങളിൽ പോലും പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട്, തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ വരെയുണ്ട്, അവിടെയൊക്കെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് മാവോയിസ്റ്റുകൾ പുറത്തിറങ്ങി നടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിനെതിരെ പോലീസിനെതിരെ വലിയ വിമർശനമാണ് വന്നിരുന്നത്. എന്തുകൊണ്ട് ഇത്ര അടുത്ത് വരെ ഈ മാവോയിസ്റ്റുകൾ എത്തിയിട്ട് പോലീസുകാർക്ക് അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല, തൊട്ടടുത്ത കോളനികളിലെത്തുന്നു, അരി കൊണ്ടുപോകുന്നു, അവരുടെ ഫോൺ ചാർജ് ചെയ്യുന്നു, അത്തരത്തിലൊക്കെ ചെയ്തിട്ടും ഈ മാവോയിസ്റ്റുകളെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്ന് വലിയ വിമർശനമാണ്. തീർച്ചയായും ആ വിമർശനം ഉയർന്നിരിക്കുമ്പോഴാണ് ഇവരുടെ ഒരു സഹായിയായ ഒരാളെ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ നിന്നും പിടികൂടുന്നത്. അതെ, അത് വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. തീർച്ചയായും ആ പിടികൂടി ദിവസങ്ങൾക്കകം തന്നെയാണ് ചപ്പാരം അവിടെ ഉണ്ടായ ഒരു പോലീസ് ആക്ഷൻ എന്നുള്ള ഒരു വെടിവെപ്പ് എന്നുള്ളത്. ഇവർ ഒരുപക്ഷെ പോലീസ് കൃത്യമായി അത്തരത്തിലൊരു വിവരം നൽകുന്നില്ല, ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ കൂടെ ഈ പിടിച്ച വ്യക്തിയിൽ നിന്നും, ബാലുശ്ശേരിയിൽ നിന്നും പിടിച്ച വ്യക്തിയിൽ നിന്നാകാം ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ പേരിയ ചപ്പാരം എന്ന് പറയുന്ന സ്ഥലത്ത് മാവോയിസ്റ്റുകൾ ഒരു വീട്ടിലെത്തുന്നു. ആ വീട്ടിൽ അവർ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ച് മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യുന്നു. അങ്ങനെ അവർ പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പായി ആ വീട്ടിലുള്ള ഒരു സ്ത്രീ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തൂക്കി ചൂണ്ടി നിൽക്കുന്ന പോലീസുകാരെയാണ് കാണുന്നത്. തണ്ടർ ബോൾട്ട് സേന ഈ വീട് വളഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ഈ സ്ത്രീ ശബ്ദം ഉണ്ടാക്കുകയും മാവോയിസ്റ്റുകൾക്ക് പന്തികേട് തോന്നി അവർ പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യത്തിലാണ് പോലീസിനെ നേരെ വെടിയുതിർത്തു എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അങ്ങനെ പോലീസ് തിരിച്ചു വെടിവെച്ചു. അങ്ങനെയാണ് 2 പേര്, അതായത് ചന്ദ്രു അതുപോലെ സുന്ദരി എന്നുള്ള 2 പേരെ പോലീസ് ജീവനോടെ പിടികൂടുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവരെ ചോദ്യം ചെയ്തു. ആദ്യമൊന്നും അവർ ചോദ്യവുമായി സഹകരിച്ചില്ല. പിന്നീട് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അവരെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കേണ്ടി വന്നു. അതിനുശേഷം ഇപ്പോൾ അവർ റിമാൻഡിലാണ്. എന്തായാലും ഈ ഒരു സംഭവങ്ങൾക്ക് ശേഷം ഈ മാവോവാദി സാന്നിധ്യം കുറഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. ദേശീയ തലത്തിൽ തന്നെ ഇത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. റിപ്പോർട്ടുകൾ വന്നത് കേരളം മാവോയിസ്റ്റുകളുടെ ഇഷ്ട കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ്. ആ തരത്തിൽ നമുക്കറിയാം, ഈ ഛത്തീസ്ഗഡിലും അവിടെയൊക്കെ ആയിരുന്നു മാവോയിസ്റ്റുകൾ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത്. അവിടെ അവരുടെ ഒരു പ്രത്യേക ഗ്രാമങ്ങളുണ്ട്, അവിടേക്ക് ആരും കടത്തിവിടില്ല. പ്രത്യേകിച്ച് എപ്പോഴും ഭരണകൂടത്തിനെതിരെ സമരങ്ങൾ നടത്തുന്നു, വെടിവെപ്പ് നടത്തുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിലേക്ക് അത് പറിച്ചു നടുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. ഫിറോസ്, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ജില്ലയുടെ MP രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത. ഒരുപാട് രാഷ്ട്രീയ ചർച്ചകളും അതിൻ്റെ പേരിൽ നടന്നു. കുറേ നാൾ നമ്മുടെ ജില്ലയ്ക്ക് MP ഇല്ലാതിരുന്നു. അത് വലിയൊരു വിഷയം തന്നെയായിരുന്നു. തീർച്ചയായും അദ്ദേഹം ഒരു മോദി സമുദായത്തെ അത്തരത്തിലൊരു പരാമർശം നടത്തി വളരെ വർഗീയപരമായി സംസാരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ കോടതിയെ ഒരു വിഭാഗം, ഈ ഒരു സമുദായം, മോദി സമുദായം കോടതിയെ സമീപിക്കുന്നത്. അതിനുശേഷമാണ് സൂറത്ത് കോടതി ഇത്തരത്തിൽ അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിക്കുന്നത്. അതിനുശേഷം വയനാട്ടിൽ MP ഇല്ലാതെയായി. സുമി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രത്യാരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വികസനമില്ല, ഈ MP ഇല്ലാത്തപ്പോഴും വികസനമില്ല, അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളോ BJP ഉൾപ്പെടെ ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ ഒരു വിഷയത്തെ CPM അനുകൂലിച്ചു എന്നുള്ളതാണ്. കാരണം BJP ആണ് അതിനെ കൂടുതലായിട്ട് നമുക്കറിയാം, കേന്ദ്രത്തിലൊക്കെ പ്രധാന കക്ഷി എന്നുള്ളത് കോൺഗ്രസും ഒപ്പം തന്നെ BJPയുമാണ്. അവരാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വലിയൊരു വിഷയത്തിലേക്ക്, അങ്ങനെയാണ് സൂറത്ത് കോടതിയുടെ വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിച്ചെങ്കിലും, സെഷൻസ് കോടതിയൊക്കെ സമീപിച്ചെങ്കിലും കോടതിയിൽ നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടായില്ല. പിന്നെയാണ് ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതിൽ നിന്നും ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിക്കുന്നതോടുകൂടി ഇത്തരത്തിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ KC വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കളൊക്കെ പറഞ്ഞിരുന്നു, ഒരിക്കലും അവിടെ നിന്നൊരു നീതി ലഭിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അവസാനത്തെ കച്ചിത്തുരുമ്പെന്നുള്ള നിലയിലാണ്
സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി അക്കാര്യം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ആ ഒരു നിരോധനം മാറ്റുന്ന ഒരു അവസ്ഥയിലേക്കുണ്ടായി. അങ്ങനെ വീണ്ടും വയനാട്ടിൽ ഒരു MP. അതെ, അങ്ങനെ അയോഗ്യത നീക്കി അദ്ദേഹം ജയിലിൽ വരികയൊക്കെ ചെയ്തു. എന്തായാലും ഇപ്പോൾ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് പാർലമെന്റ് ഇലക്ഷൻ വരാനിരിക്കുകയാണ്. ഈ ഒരു 2024 പാർലമെന്റ് ഇലക്ഷൻ. ഇനി അദ്ദേഹം എവിടെ മത്സരിക്കും, കേരളത്തിൽ മത്സരിക്കുമോ വയനാട്ടിൽ തന്നെ മത്സരിക്കുമോ എന്നുള്ള അതാണ് വയനാട്ടുകാർ. തീർച്ചയായും എന്തായാലും ഈ ഒരു MP സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമായത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു വലിയൊരു ചർച്ചയ്ക്ക് BJP അത് വലിയൊരു ആയുധമാക്കും. ഒപ്പം തന്നെ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിച്ചു എന്നുള്ളത് സംബന്ധിച്ച് കോൺഗ്രസും അതൊരു പ്രചാരണ ആയുധമാക്കും. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയൊരു വിഷയം വയനാടിനെ സംബന്ധിച്ച് സുമി സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിൽ വന്നൊരു വിഷയം ഈ ഒരു തെരഞ്ഞെടുപ്പിലും ദേശീയ തെരഞ്ഞെടുപ്പിലും ഇത് മുഖ്യ വിഷയമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുപോലെ ഫിറോസ്, നമുക്കറിയാം ഈ ബഫർ സോൺ വിഷയത്തിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്ന ഒരു വർഷമാണ് കടന്നുപോയത്. അതെ, തീർച്ചയായും വലിയൊരു പ്രക്ഷോഭങ്ങൾക്കാണ്. നമുക്കറിയാം ഈ ഒരു വനത്തോട് ചേർന്ന മേഖല, അതിൽ 1 കിലോമീറ്റർ ചുറ്റളവ് ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സംസ്ഥാനം കേന്ദ്രത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിനെ ചൊല്ലിയായിരുന്നു വലിയൊരു വിഷയം ഉണ്ടായിരുന്നത്. കാരണം ബത്തേരിയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് 1 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുമ്പോൾ വനത്തിന് തൊട്ടടുത്താണ് ബത്തേരി നഗരമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നഗരം വരെ അതിൽ ഉൾപ്പെടുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് അതിൻ്റെ ഒരു മാപ്പ് വരച്ച സമയത്ത് തന്നെ നമുക്കറിയാമായിരുന്നു ഭൂരിഭാഗം ആരാധനാലയങ്ങൾ, ടൗണുകൾ ഇതൊക്കെ ആ ഒരു ജനവാസ കേന്ദ്രത്തിൽ ഉൾപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. പിന്നെയാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ, സംസ്ഥാന സർക്കാർ വേണ്ട ഒരു നടപടി സ്വീകരിച്ചില്ലെന്നുള്ള ഒരു പ്രക്ഷോഭത്തിന് വളരെ സുമി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയൊരു പ്രക്ഷോഭത്തിനാണ് ജില്ല സാക്ഷ്യം വഹിച്ചത്. അതുപോലെ ഫിറോസ്, ഈ ബഫർ സോൺ വിഷയത്തിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്ന ഒരു വർഷമാണ് കഴിഞ്ഞു പോയത്. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമൊക്കെ ഉയർന്ന ഒരു സാഹചര്യമൊക്കെ ഈ ബഫർ സോൺ വിഷയത്തിലുണ്ടായി. ഈ വനാതിർത്തിയോട് ചേർന്ന മേഖലകൾ 1 കിലോമീറ്റർ ചുറ്റളവിൽ പ്രത്യേക സംരക്ഷിത മേഖല ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വലിയ വിവാദങ്ങൾ ഉൾപ്പെട്ടത്. പലപ്പോഴും 0 പോയിന്റായി നിലനിർത്തണം എന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും സംസ്ഥാന സർക്കാർ 1 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു അത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് BJPയും കോൺഗ്രസും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു കർഷക സംഘടനകളൊക്കെ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് സമരം നടത്തി. ഏറ്റവും ഒടുവിൽ ഈ സുപ്രീം കോടതി വരെ ഈ ഒരു വിഷയം എത്തി. ഇപ്പോൾ സംസ്ഥാനം വീണ്ടും മറ്റൊരു റിപ്പോർട്ട് കൂടി സമർപ്പിച്ചു. അതിൽ കൃത്യമായ ഈ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ജനവാസ മേഖലകളെ ഒഴിവാക്കിക്കൊണ്ട് 0 പോയിന്റിൽ നിലനിർത്തുന്ന അതുമായി ബന്ധപ്പെട്ട് അവസാന ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചില്ലെങ്കിൽ പോലും ഈ 0 പോയിന്റ് ആയ ഈ ഒരു നടപടി സുപ്രീം കോടതി അത് അംഗീകരിച്ചു. ഈ ഒരു അംഗീകാരം തന്നെ ഏറ്റവും വലിയൊരു ആശ്വാസമായി. കാരണം ഇത് യഥാർത്ഥത്തിൽ ശരിയാണ്, ഈ ജനവാസ മേഖലകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നടപടി സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു വിധി തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഉത്തരവ് തന്നെയായിരിക്കും ഇനി പുറത്തു വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഫിറോസ്, ഈ KLR സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ടതുപോലെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായും. അതായത് അത് ചുരുക്കി പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്, സാധാരണ ഒരാൾക്ക്, ഏതൊരാൾക്കും ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഈ KLR സർട്ടിഫിക്കറ്റ് വേണം. അതിന് കടമ്പകൾ ഏറെയാണ്. എന്തായാലും പുതിയ തീരുമാനപ്രകാരം ഇനി അത് വേണ്ട എന്നുള്ള ഒരു തീരുമാനം വന്നു. തീർച്ചയായും അത് ഈ KLR സർട്ടിഫിക്കറ്റിന് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് ഈ കടമ്പകൾ കടക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ഈ സാധാരണക്കാരന് 5 സെന്റിലോ 10 സെന്റിലോ ഒക്കെ ഈ ഭൂമിയിൽ വീട് നിർമ്മിക്കണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള ഈ ഒരു നിബന്ധന അത് വളരെയേറെ ഒരു ദുരിതത്തിൽ. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏറെ ആശാവഹമായ, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന, എല്ലാവർക്കും അനുഗ്രഹമായ അത്തരത്തിലുള്ള ഒരു വിധിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. അവരുടെ ഒരു ഉത്തരവാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഈ വീട് നിർമ്മാണത്തിനായി KLR സർട്ടിഫിക്കറ്റ് വേണ്ട. പക്ഷേ ഈ ഒരു KLR ആക്ടിന് വിരുദ്ധമായി ഭൂമി തരം മാറ്റുകയോ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വില്ലേജ് ഓഫീസർ അതിനെതിരെ നടപടി എടുക്കാമെന്നുള്ള ഒരു കാര്യം കൂടിയാണ്. ജില്ല നേരിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു കുടകിലെ ആദിവാസി മരണങ്ങൾ. ജില്ലയിൽ നിന്നും ഒരുപാട് ആദിവാസികളെ കുടകിലെ ഇഞ്ചിപ്പാടങ്ങളിലേക്കും മറ്റ് കൃഷിസ്ഥലങ്ങളിലേക്കും ഒക്കെ ജോലിക്കായി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2023 ഒരു 4-5 പേരൊക്കെ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടുന്ന് കൃത്യമായ തൊഴിലിന് കൊണ്ടുപോകുന്നു, പക്ഷെ അവർ ജീവനോടെ പലരും തിരിച്ചെത്തുന്നില്ല. അവര് പലപ്പോഴും വല്ല പുഴക്കരയിലോ അവരുടെ ഷെഡിലോ കൃഷിയിടങ്ങളിലൊക്കെ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, പലരെ കുറിച്ച് ഒരു വിവരമില്ലാത്ത അവസ്ഥ. കുടുംബമൊക്കെ വർഷങ്ങളായി കുടകിലേക്ക് ഇഞ്ചിപ്പണി
കൂലിപ്പണിക്ക് പോകുന്ന ആദിവാസികൾ തിരിച്ചെത്തുന്നില്ല. ഇതൊക്കെ ഒരു വലിയൊരു വിഷയമായിരുന്നു വയനാട്ടിനെ സംബന്ധിച്ച്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ആദിവാസി ക്ഷേമ സമിതിയൊക്കെ പ്രത്യേകിച്ച് അത് ഏറെ അഭിനന്ദനാർഹമാണ്. ആദിവാസി ക്ഷേമ സമിതിയുടെ ഒക്കെ ഒരു ഇടപെടൽ എന്നുള്ളത്. അതേ തുടർന്ന് സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെട്ടു. അതൊരു പ്രത്യേകിച്ച് ഇതിനൊരു പ്രത്യേക സമിതിയൊക്കെ നിയോഗിക്കുകയും കർണാടകയുമായി സംസാരിക്കാനും, മുമ്പൊക്കെ മരിച്ചു കഴിഞ്ഞ് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ കൃത്യമായ ഒരു വിവരങ്ങളില്ല. കർണാടക കൃത്യമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നില്ല. അതൊരു വലിയൊരു വിഷയമായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെട്ടതോടെ അതിനൊരു വലിയൊരു മാറ്റം, എനിക്ക് തോന്നുന്നു ആ ഒരു ഇടപെടലിന് ശേഷം ഈ സംഭവങ്ങൾ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് അത് ഏറെ അഭിനന്ദനാർഹമായ ഒരു സംഭവം, ഏറെ ആശ്വാസജനകം കൂടിയാണ്. കാരണം ഒരുപാട് ആദിവാസികളുള്ള ഒരു ജില്ലയാണ്. ഒരുപാട് ആളുകൾ അത്തരത്തിൽ ഇഞ്ചിപ്പാടങ്ങളിലേക്കൊക്കെ കൃഷി ഈ ഒരു ഗ്രഹനാഥനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ കുടുംബം അവിടെ കാത്തിരിക്കുന്നത്. അതെ. പിന്നെ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരമാണ് കൊണ്ടുവരുന്നത്. വളരെ വലിയൊരു ദുഃഖകരമായ ഒരു സംഭവം കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഫിറോസ്, നമ്മുടെ കഴിഞ്ഞുപോയ വർഷം എന്ന് പറയുന്നത് ഒരുപാട് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വർഷമായിരുന്നു. വലിയ അപകടങ്ങൾ. അത് വളരെ വളരെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ടവര് ഒരുപാട് പേര്, നമുക്ക് അറിയുന്നവർ തന്നെ ഒരുപാട് പേര് അപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത വാര്യാട് അപകടത്തിൽ മരണമുണ്ടായി. പക്ഷെ അതിൽ നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, അവർ ഒരു പ്രത്യേക സമിതി, നാട്ടുകാരൊക്കെ ചേർന്നിട്ട് വാര്യാട് അപകടരഹിത സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമിതിയൊക്കെ രൂപീകരിച്ച് ഈ അപകടങ്ങൾ നിയന്ത്രിക്കാനാണ്. അതെ, തീർച്ചയായും മാതൃകാപരമാണ് സുമി. പക്ഷേ നമ്മൾ അപകടങ്ങൾ പറയുമ്പോൾ വയനാട്ടിൽ ഈ 2023 ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത് കണ്ണോത്തുമല അപകടം. 9 പേരാണ്, അതും 9 സ്ത്രീ തൊഴിലാളികൾ മരണപ്പെട്ട. രാവിലെ എഴുന്നേറ്റ് ചപ്പ് നുള്ളാൻ, തേയില നുള്ളാൻ വേണ്ടി അവർ പോകുന്നു. തിരിച്ചു വരുന്ന സമയത്ത് ജീപ്പിന് ബ്രേക്ക് നഷ്ടമായി 9 പേരുടെയും ജീവൻ പൊലിയുന്ന ഒരു അവസ്ഥയിലേക്ക് സ്ത്രീ തൊഴിലാളികൾ. കുടുംബം പുലർത്തുന്നത് ഭർത്താക്കന്മാരില്ല, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഇവർക്കൊന്നും വീടില്ല എന്നുള്ളതാണ്. ഭൂരിഭാഗം പേർക്കും വീടില്ല. പാടികളിലൊക്കെയാണ് ഇവർ താമസിക്കുന്നത്. അത് ജില്ലയിലെ ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു. ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത, രാവിലെ പോയി തിരിച്ച് ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങുമ്പോൾ അവരെല്ലാവരും ഫ്രണ്ട്സായിരുന്നു. അവരുടെ ഒരു ഇത് ഈ ഒരു 2023 ഏറ്റവും വലിയ അപകടം. അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു പടിഞ്ഞാറത്തറ കൽപ്പറ്റ റോഡ് പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്തുണ്ടായ അപകടങ്ങൾ. പുഴമുടി ഭാഗത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 3 കോളേജ് വിദ്യാർത്ഥികൾ അവർ കാറിൽ വയനാട് സന്ദർശിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ ആ കാറ് മറിയുകയും ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടിയും അവിടെ വെച്ച് മരണപ്പെടുന്ന ഒരു അവസ്ഥ. ഈ പുഴമുടിയെ കുറിച്ച് പറയുമ്പോൾ ആ അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ചെറുതും വലുതുമായ നിരവധിയാണ്. പ്രത്യേകിച്ച് പറയുന്നത് ആ റോഡിന്റെ ഒരു അലൈൻമെന്റുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. കാരണം കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലല്ല ആ പ്രവൃത്തി നടത്തിയത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട PWD ഉൾപ്പെടെയുള്ളവർ ഒരു ശാസ്ത്രീയ പഠനവും അപകടം കുറയ്ക്കുന്നതിനൊരു നടപടി. പക്ഷെ അത് ഈ ഒരു 2023 അവസാനത്തിലും അത്തരം ഈ ഒരു 3 ജീവനല്ല, അതിനു മുൻപൊക്കെ പല ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപകടങ്ങൾ പ്രത്യേകിച്ച് രാവിലെ സമീപവാസികളൊക്കെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് വീടിന്റെ മുൻപിൽ മറിഞ്ഞു കിടക്കുന്ന കാറ്, ഓട്ടോറിക്ഷ, ഇത്രയും വാഹനങ്ങളൊക്കെയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ തീർച്ചയായും PWD വകുപ്പ് ഇതിലൊരു ശക്തമായ നടപടി എടുക്കണം. അല്ലെങ്കിൽ വീണ്ടും ഈ അപകടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനൊരു ശക്തമായ നടപടി ഈ ഒരു പുതുവർഷത്തിലെങ്കിലും അവർ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഈ ജലസേചന പദ്ധതികളെ കുറിച്ച് പറയാം. നമുക്കറിയാം, കാരാപ്പുഴയുണ്ട്, ബാണാസുരയുണ്ട്. അതൊക്കെ തുടങ്ങുന്ന സമയത്ത് ആളുകളെ കുടിയൊഴിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വയനാട്ടിലെ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമുക്ക് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ജലസേചന പദ്ധതികൾ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറവാണ്. സുമി സൂചിപ്പിച്ചതുപോലെ കാരാപ്പുഴയും ബാണാസുര വൈദ്യുതി ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. പ്രധാനമായും കൃഷി ആവശ്യത്തിനും ജലസേചനത്തിനും ഒക്കെ കാരാപ്പുഴയാണ് നമ്മുടെ മുൻപിലുള്ളത്. അത്തരത്തിലുള്ള ജലസേചന പദ്ധതികളൊക്കെ നമുക്കുണ്ട്. പക്ഷേ വയനാടിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പലപ്പോഴും പുതിയ പദ്ധതികളൊക്കെ വരുമ്പോൾ അത് വലിയൊരു പ്രതിഷേധത്തിന് കാരണമാകാറുണ്ട്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ കടമാൻതോട്. നമുക്കറിയാം, വയനാടിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ജനസാന്ദ്രത കൂടുതലുള്ള മേഖലകളാണ്. ഈ തോട്ടവും കൃഷിഭൂമിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ജനസാന്ദ്രത കൂടുതലുണ്ട് പല ഭാഗങ്ങളിലും. അതുകൊണ്ട് തന്നെ ഈ കടമാൻതോട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുൽപ്പള്ളിയിലാണ് ഈ പദ്ധതി വരുന്നത് എന്ന് പറയുന്നത്. അതിന്റെ ലഡാർ സർവേ ഉൾപ്പെടെ പൂർത്തിയായിരിക്കുകയാണ്. പക്ഷേ ഇത് ഈ പുൽപ്പള്ളി ടൗണിന്റെ ഒരു ഭാഗം ഉൾപ്പെടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ അഭ്യൂഹങ്ങളാണ്. ഈ സുമി സൂചിപ്പിച്ചതുപോലെ ഈ ലഡാർ സർവേ പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ ഇതിന്റെ ഒരു സ്കെച്ച് യഥാർത്ഥത്തിൽ ഏതൊക്കെ ഭാഗങ്ങൾ, ഒരു പദ്ധതിയുടെ ഒരു പ്ലാന് ഏതൊക്കെ ഭാഗത്ത് തുടങ്ങി, ഏതൊക്കെ ഭാഗത്തിലൂടെ കടന്നുപോയി, ഏതൊക്കെ ഭാഗത്ത് അത് അവസാനിക്കും, അങ്ങനെ ഒരു രൂപരേഖ
ഇതുവരെ ആയിട്ടില്ല. പക്ഷേ ഈ സർവേക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ജലസേചന വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ജനങ്ങൾക്ക് ആശങ്കയാണ്, അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്തരം പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വരുന്നത്. പലപ്പോഴും കൃഷിഭൂമി, വീട് ഇതൊക്കെ നഷ്ടപ്പെട്ട് നമുക്കറിയാം ഈ ഒരു നഷ്ടപരിഹാര തുക ലഭിച്ചാലും ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും മാറുക എന്നുള്ളത് വർഷങ്ങളെടുക്കും. ഇതുപോലെയുള്ള സൗകര്യങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു പദ്ധതി വേണ്ട എന്നുള്ളതാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. പക്ഷേ ഈ ജലസേചനത്തിന് നമുക്ക് ഈ പുൽപ്പള്ളിയുടെയൊക്കെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ കർണാടകയോട് ചേർന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഒരു ക്ലൈമറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വരൾച്ച തുടങ്ങുന്ന ഒരു ജൂൺ മാസം ഒക്കെ കഴിഞ്ഞ് ആ ഒരു മഴക്കാലത്തിന്റെ ആ ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രത്യേകിച്ച് വരൾച്ചയിലേക്ക് കുരുമുളകിൻ്റെയൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഹൃദയഭേദകമായ കാഴ്ചകളാണ്. കുരുമുളകൊക്കെ ഉണങ്ങി നിൽക്കുന്നതും കാപ്പിയും അത്തരത്തിൽ. പക്ഷേ അതിനൊപ്പം തന്നെ ജലസേചന സൗകര്യങ്ങൾ ഉണ്ടായാലേ ഈ കൃഷിയുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ അതിലേറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ജനങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാതെ വേണം ഈ പദ്ധതി നടപ്പിലാക്കാൻ എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് ജലസേചന വകുപ്പ് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അത്തരമൊരു പദ്ധതിയിലേക്ക് പോകില്ല എന്നുള്ളത്. കാരണം പ്രതിഷേധം വളരെ വലിയൊരു പ്രതിഷേധം തന്നെയാണ്. നമ്മൾ തന്നെ ഒരു ചർച്ച നടത്തിയപ്പം ആ ഒരു വിഷയത്തിലുള്ള ജനങ്ങളുടെയൊക്കെ ആ ഒരു വികാരം നമ്മൾ കണ്ടതാണത്. അതുപോലെ നമുക്കറിയാം നമ്മുടെ ജില്ലയുടെ പേര് വാനോളം ഉയർത്തിയ രണ്ട് വ്യക്തിത്വങ്ങളെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ ഈ ഒരു വിഷയങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഈ ഒരു വിഷയങ്ങൾ ഇനി വയനാട്ടിൽ വേണ്ടതും നമ്മൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളൊക്കെ നമ്മൾ അതിൽ ഏറ്റവും വലിയ നമ്മുടെ ഒരു നെല്ലച്ചൻ, അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ചെറുവയൽ രാമൻ എന്ന നെല്ലച്ചനെ കുറിച്ചും അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മിന്നും താരം മിന്നുമണി. അങ്ങനെ പറയാം. നമുക്ക് മിന്നുമണിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം ഒരു ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അച്ഛനൊരു കൂലിപ്പണിക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. അതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഇന്ത്യൻ ടീമിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അതെ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടി എന്നുള്ളത് ഏറ്റവും വയനാടൊക്കെ ശരിക്കും വളരെ ഹർഷാരവങ്ങളോട് കൂടിയായിരുന്നു ആ ഒരു വാർത്തയൊക്കെ നമ്മളൊക്കെ ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒരു അംഗീകാരവും മാനന്തവാടി നഗരസഭ അവരുടെ ആ റോഡിനൊക്കെ വേണ്ട പേര് മിന്നുമണി റോഡ് എന്നുള്ളതൊക്കെ നൽകി. അങ്ങനെ അത് നമ്മുടെ ഒരു നാടിൻ്റെ പേര്, വയനാട് എന്നുള്ള ഒരു പേര് ശരിക്കും പറയുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഈ രാഹുൽ ഗാന്ധിയൊക്കെ വരുന്നതോടുകൂടി മത്സരിക്കാനൊക്കെ വരുമ്പോൾ വയനാടിൻ്റെ ആ ഒരു ഖ്യാതി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതൊരു നേട്ടം, യഥാർത്ഥത്തിൽ ഈ ഒരു നേട്ടം അത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു, ലോകം മുഴുവൻ പറയുകയാണ് വയനാട്ടുകാരി എന്ന മിന്നുമണി എന്ന് പറയും. അപ്പം നമുക്കൊക്കെ ശരിക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പത്മശ്രീ ലഭിച്ചിരിക്കുന്ന നെല്ലച്ചൻ ചെറുവയൽ രാമൻ. രാമേട്ടനെ കുറിച്ച് പറയുമ്പോൾ രാമേട്ടൻ പൈതൃക നെൽവിത്തുകളുടെ ഒരു സൂക്ഷിപ്പുകാരനാണ്. ഇപ്പോൾ എനിക്കോ അല്ലെങ്കിൽ സുമിക്കൊക്കെ കൃഷി ചെയ്യാൻ കുറച്ച് നെൽവിത്ത് വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനൊരിക്കലും പണം വാങ്ങുന്ന ഒരു അവസ്ഥയല്ല. നെൽവിത്ത് തരും, നമ്മൾ അത് കൃഷി ചെയ്യാം, തിരിച്ചാ നെൽവിത്ത് കൊണ്ടുപോകും. അതുകൊണ്ടാണ് അത്തരത്തിലാണ് അദ്ദേഹം അതൊരു സംരക്ഷിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ആ ഒരു പുല്ലുമേഞ്ഞ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പം ഇങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാരായ രണ്ടുപേർ, മിന്നുമണി അതുപോലെ തന്നെ ചെറുവയൽ രാമനും, ഈ സാധാരണക്കാരിൽ സാധാരണക്കാർ നമ്മുടെ വയനാടിൻ്റെ പേര് അത്രത്തോളം എത്തിച്ചു എന്നുള്ളത് അവരെ ഒരിക്കലും നമുക്ക് അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാം. തീർച്ചയായും. അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയമാണ് ബ്രഹ്മഗിരി വിഷയം. അതെ, ബ്രഹ്മഗിരി വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഒരു വലിയൊരു പ്രക്ഷോഭത്തിന് തന്നെ CPM നിയന്ത്രണത്തിലുള്ള മാംസ സംസ്കരണ ഫാക്ടറി. പക്ഷേ അത് തുടക്കത്തിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയണം. വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു, ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ഫണ്ടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വളരെയേറെ ബജറ്റിൽ തുക വകയിരുത്തിയിട്ട് ആ പണം പോലും കിട്ടിയില്ല. അപ്പോൾ ഇത് പാർട്ടിയിൽപ്പെട്ട ഭൂരിഭാഗം പേരും പാർട്ടി ഷെയർ ഹോൾഡേഴ്സ് ആണ്, ജോലിക്കാരുണ്ടാവാം. അവർ വിരമിച്ചതിന് ശേഷം ഈ പണം ഇതിൽ നിക്ഷേപിച്ചു. വിവാഹത്തിന് വേണ്ടി മാറ്റിവെച്ച പണം ഇതൊക്കെ ആയിരിക്കുമ്പോഴും ഇതൊക്കെ നിക്ഷേപിച്ചപ്പോഴും ഇത്രത്തോളം വലിയൊരു രീതിയിലേക്ക്, ഇത്രത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഒരിക്കലും സാധാരണക്കാരായ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനമായിരുന്നു. പക്ഷേ ഇപ്പോഴെന്തായാലും CPM-നെ വയനാടിനെയൊക്കെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ പോലും ഇതൊരു വലിയൊരു നാണക്കേടായ ഒരു വിഷയം കൂടിയാണ്. ഈ ഒരു ഇത്ര വലിയ രീതിയിൽ തുടങ്ങിയ ഒരു സംരംഭം ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് മാറി എന്നുള്ള ഒരു കാര്യം അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ പാർട്ടിയുമായൊക്കെ ബന്ധപ്പെടുന്നവർ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും
ഇപ്പോൾ ഈ ഫാക്ടറിയുടെ വസ്തുവകകളൊക്കെ വിറ്റ് ഈ ഒരു കടം വീട്ടാവുന്നതാണ്. പക്ഷേ ആ ഒരു തരത്തിലേക്കല്ല പോകേണ്ടത്. പാവപ്പെട്ട വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു നേരത്തെ ഒരു തൊഴിൽ നൽകുക, ഒരു തൊഴിലല്ല തൊഴിൽ നൽകുക എന്നുള്ളൊരു കാര്യം, അതിലേക്കാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ. എന്തായാലും നമുക്ക് ഈ ഒരു പുതുവത്സരത്തോടനുബന്ധിച്ച് അത്തരത്തിലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ട് വരട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. അതുപോലെ തന്നെ മുട്ടിൽ മരമുറി കേസ്, അഗസ്റ്റിൻ സഹോദരന്മാരുടെ മുട്ടിൽ മരമുറി കേസും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. മുട്ടിൽ സൗത്ത് വില്ലേജിലെ ഭൂമിയിൽ നിന്നും ഉൾപ്പെടെ പല ഭാഗങ്ങളിലുള്ള ഭൂമിയിൽ നിന്നും മരം മുറിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷെ ഇതൊന്നും അനധികൃതമാണെന്നാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഈ മരമുറി ഇതൊന്നും അത്തരത്തിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അനധികൃതമായ മരമുറി ഇതിന് വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെ കൂട്ടുനിന്നു എന്ന് പറഞ്ഞ് അവർക്കെതിരെ ഒരു നടപടി ഉണ്ടായതും ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ഉൾപ്പെടെ ജയിലിലേക്ക് പോയ വിഷയങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇത് കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയാണ് തീരുമാനിക്കുന്നത് ഈ വിഷയം എന്താണ്, മുട്ടിൽ മരമുറി യഥാർത്ഥ കുറ്റക്കാരാരാണ്, അഗസ്റ്റിൻ സഹോദരങ്ങൾ തന്നെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതിയുടെ ഒരു പരിഗണനയിൽ നൽകുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ കോടതിയാണ് ഇത്തരത്തിൽ എന്തായാലും ഉടൻ തന്നെ കോടതിയിൽ നിന്നും അത്തരത്തിലൊരു എന്താണ് സത്യാവസ്ഥ എന്നുള്ളൊരു വിഷയം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളിലൊക്കെ ഇവർ കുറ്റക്കാരാണെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ അതിനൊരു എന്താണ് യഥാർത്ഥ വസ്തുത എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ളൊരു ജിജ്ഞാസയുണ്ട്. അപ്പോൾ അത് കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെ വരേണ്ട ഒരു കാര്യം കൂടിയാണെന്ന്. അതുപോലെ തന്നെ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് നമുക്കറിയാം. കെ അബ്രഹാം ജനകീയനായിരുന്ന ഒരാളായിരുന്നു. ഇത്ര വലിയൊരു തട്ടിപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ഉയർച്ചയിലേക്ക് പോയൊരു നേതാവ് പെട്ടെന്ന് താഴ്ചയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അതെ. ഈ കേളകവല സ്വദേശി രാജേന്ദ്രൻ അദ്ദേഹം വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് വന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തതോടെയാണ് ഈ തട്ടിപ്പ് വിഷയം പുറത്തു വരുന്നത്. വളരെ കുറഞ്ഞ പണമായിരുന്നു അദ്ദേഹം വായ്പ എടുത്തത്. പക്ഷേ ഈ ഈട് വെച്ചുകൊണ്ട് തന്നെ കൂടുതൽ പണം മറ്റുള്ളവർ തട്ടിയെടുത്തു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ ഈ ഒരു വിഷയത്തിന് ശേഷമാണ് രാജേന്ദ്രന്റെ ആത്മഹത്യ സംഭവിക്കുന്നത്. ഈ ഒരു ആത്മഹത്യക്കുറിപ്പിൽ ഈ ഒരു കെ അബ്രഹാം ഉൾപ്പെടെയുള്ളവരുടെ ഒരു പേര് പരാമർശിച്ചിരുന്നു. ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് CPM ഉൾപ്പെടെ BJP ഒക്കെ രംഗത്ത് വന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ നമ്മുടെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റിന് ശേഷം അദ്ദേഹം അപ്പോഴൊക്കെ പറയുന്നത് ഞാൻ തട്ടിപ്പ് നടത്തിയിട്ടില്ല, രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷേ ഈ ഒരു തട്ടിപ്പിന് ശേഷം അദ്ദേഹം എനിക്ക് തോന്നുന്നു 2 മാസത്തോളം ജയിലിൽ കിടക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയപ്പോൾ അദ്ദേഹം പുറത്തു വന്നതിന് ശേഷമാണ് ED പിടിമുറുക്കുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അവർ പറയുന്നത് കൃത്യമായ രേഖകളുണ്ട്. ഇദ്ദേഹം തട്ടിപ്പ് നടത്തി, കെ അബ്രഹാം തട്ടിപ്പ് നടത്തി എന്നുള്ളതിന് വ്യക്തമായ രേഖകളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ED മണിക്കൂറുകളോളം, എനിക്ക് തോന്നുന്നു 2 ദിവസത്തോളം കോഴിക്കോട് വെച്ചാണ് ED ഓഫീസിൽ, പ്രാദേശിക ഓഫീസിൽ വെച്ച്, അവരുടെ റീജിയണൽ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്ത് ഒടുവിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അദ്ദേഹം ഈ ഒരു സമയത്തും അദ്ദേഹം ജയിലിലാണ് എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. അത് വളരെ വലിയൊരു നേതാവ്, KPCC ജനറൽ സെക്രട്ടറി, അങ്ങനെയുള്ള ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ച പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനൊക്കെ ഒരു മുഖമായിരുന്നു വയനാട്ടിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് നമ്മുടെ ചർച്ചകളിലൊക്കെ അദ്ദേഹം എപ്പോഴും ഒരു സ്ഥിരം സാന്നിധ്യം കൂടിയായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷെ എല്ലാം അദ്ദേഹത്തിന് ഈ ഒരു ആരോപണം വന്നതോടുകൂടി രാജിവെക്കേണ്ടി വന്നു. ഒരു സാധാരണക്കാരനായി മാറുക, ഒപ്പം തന്നെ ജയിൽവാസം അനുഭവിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ കോടതി ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ് യഥാർത്ഥ വസ്തുത എന്ന് കോടതി പറയട്ടെ. തട്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ലോൺ ആപ്പ് തട്ടിപ്പിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കേസുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നു. DGP ഉൾപ്പെടെ അതിൽ ഇടപെടുകയൊക്കെ ഉണ്ടായി. അതിൽ എനിക്ക് തോന്നുന്നു ഈ അജയ് രാജിന്റെ മരണത്തോടെ അതൊരു വഴിത്തിരിവായി. തീർച്ചയായും സുമി പറഞ്ഞതുപോലെ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു. ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയായിരുന്നു ഇവർ പ്രധാനമായിട്ടും അവരെ ലക്ഷ്യമിട്ടിരുന്നത്. അത് കൃത്യമായി നമ്മൾ അതിലേക്ക് ലോൺ വേണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകിച്ചൊന്നും വേണ്ട, നമ്മുടെ ആധാർ കാർഡ്, അങ്ങനെയുള്ള കുറച്ച് പാൻ കാർഡിന്റെ കോപ്പി, അങ്ങനെയുള്ള കുറച്ച് രേഖകൾ മാത്രം. ഈ ബാങ്കിലൊക്കെ വായ്പയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കൊടുക്കണം. പക്ഷെ ഇതൊക്കെ വളരെ സുതാര്യമായിട്ടായിരുന്നു. അതൊക്കെ ഇതൊരു തട്ടിപ്പിന്റെ ഭാഗം തന്നെയായിരുന്നു. പക്ഷെ അജയ് രാജും അതിൽ വീഴുകയുണ്ടായി. അദ്ദേഹത്തിന് പണം തിരിച്ചടക്കാൻ കഴിയാതെ വന്നതോടെ കുടുംബങ്ങളുടെ നഗ്ന ഫോട്ടോ ഉൾപ്പെടെ അയച്ചു കൊടുക്കുന്ന ഒരു വലിയ ലോബി തന്നെ ഇതിന് പുറകിലുണ്ട്.
പക്ഷേ ഈ അജയരാജിന്റെ മരണത്തോടു കൂടി സംസ്ഥാന സർക്കാർ കൃത്യമായ തന്നെ ഇടപെടൽ നടത്തി. പ്രത്യേകിച്ച് DGP അതിനെ അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. അതിനൊരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ തന്നെ നിയോഗിച്ചു. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഈ ലോൺ ആപ്പൊക്കെ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും തട്ടിപ്പിന് നമ്മൾ ഇരയായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പോലീസിൽ ഒരു പ്രത്യേക വാട്സാപ്പ് നമ്പറൊക്കെ കൊടുത്തു. നമുക്ക് വിളിക്കാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ വിഷയങ്ങളും വിത്ത് എവിഡൻസ് പ്രകാരം നമുക്ക് ആ ഒരു വാട്സാപ്പിൽ നമ്പറിൽ അയക്കുകയാണെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു അജയരാജിന്റെ വിഷയത്തോടെ വയനാട്ടിൽ ഒരുപാട് പേര് ഇത്തരത്തിൽ തട്ടിപ്പിനൊക്കെ ഇരയായിട്ടുണ്ട്. പക്ഷേ ഈ പോലീസ് കൃത്യമായിട്ട് അവർക്ക് വേണ്ട ധൈര്യവും എല്ലാം കൊടുത്തു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത്തരം കാര്യങ്ങളൊന്നും ഉയർന്നു കേൾക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ ഈ ഒരു പോലീസിന്റെ ആ ഒരു ഇടപെടൽ തന്നെയാണ് അതിലേക്ക് വിരൽ ചൂണ്ടിയതെന്ന് തന്നെ വന്നു. പക്ഷേ അതെ 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 അത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഒരിക്കലും ജീവൻ പൊലിയാൻ പാടില്ലാത്തൊരു സംഭവം കൂടിയായിരുന്നു. പക്ഷേ ഇതിനൊന്നും കുറിച്ച് നമുക്കറിയാം. സൈബർ മേഖലയായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ ഈ ഒരു സൈബർ വിങ് നമുക്ക് വയനാടിനെ അത് പ്രത്യേകിച്ച് അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു ഇത് തന്നെയാണ്. ഒരുപാട് തട്ടിപ്പ് സൈബർ ക്രൈം ഇപ്പൊ കൂടി വരികയാണ്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്തരത്തിൽ വ്യാപകമായി വന്നതോടെ സൈബർ കുറ്റകൃത്യങ്ങൾ വളരെ വലിയ രീതിയിൽ വരുന്നുണ്ട്. പലതിനും തുമ്പുണ്ടാക്കാൻ ഇപ്പൊ കഴിഞ്ഞു. നമ്മുടെ ആ ഒരു കൽപ്പറ്റയിലെ സൈബർ പോലീസ് എന്തായാലും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഒരു വീട്ടമ്മയെ തൊഴിലിന്റെ പേരിൽ 17 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു. മറ്റൊരു രാജ്യത്തിലുള്ള ഒരു പ്രതിയാണ്. ആ പ്രതിയെ അവിടെ പോയി അവർ പ്രത്യേകിച്ച് ഡൽഹിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ പ്രതിയെ അവിടേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുക. ഒരുപാട് കേസുകൾ ഈ സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് ഉണർന്ന് പ്രവർത്തി. അത് നമ്മുടെ ഈ 2023 ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്കറിയാം ഈ ഒരു ഫേസ്ബുക്ക് വ്യാജ ID ഉണ്ടാക്കി അത്തരം തട്ടിപ്പുകൾ നടത്തുന്നത്. ഇവരൊക്കെ വിചാരിക്കുന്നത് ഒരിക്കൽ പോലും പിടികൂടാൻ പറ്റില്ല, ഇത് മറ്റേതോ സംസ്ഥാനത്തിരുന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ അസംഷൻ ഹോസ്പിറ്റലിലെ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അക്കൗണ്ടന്റ് പണം തട്ടി എന്നുള്ളൊരു ആരോപണമായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ നിരപരാധിയായിരുന്നു. പക്ഷേ യഥാർത്ഥ പ്രതിയെ പിടിച്ചപ്പോൾ ബംഗ്ലാദേശ് ബോർഡറിലായിരുന്നു ആ പ്രതി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സൈബർ പോലീസിന്റെ പ്രവർത്തനം ഏറെ മാതൃകാപരമാണ്. ഈ ഒരു അജയരാജിന്റെ വിഷയമൊക്കെ പറഞ്ഞു പോലെ അവരെ അത് കൃത്യമായി ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ പിടിക്കപ്പെടാൻ കഴിയുന്നത്. ഫിറോസ്, അതുപോലെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടന്ന ഒരു വർഷമാണ് കടന്നുപോയത്. മകനെ അച്ഛൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമുക്ക് സംസ്ഥാന തലത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ സംസ്ഥാന തലത്തിലും കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചൊരു വർഷമായിരുന്നു 2023. നമുക്കറിയാം ചെറിയ വിഷയങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ള അത് കൊലപാതകത്തിൽ കലാശിക്കുന്ന ഒരവസ്ഥയിലേക്ക്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ദർശനയുടെ മരണം. വെണ്ണിയോട് പുഴയിൽ ചാടി സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അവർ പീഡിപ്പിക്കുന്നു എന്നുള്ള കൃത്യമായ തെളിവുകൾ സഹിതമാണ് ആ ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെയുമായ യുവതി ആത്മഹത്യ ചെയ്തത്. അത് വിദ്യാഭ്യാസപരമായി ഏറെ മുന്നോക്കം നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവരുടെ ആ ഒരു മരണം വളരെയേറെ ഒരു വലിയൊരു ദുഃഖത്തിലേക്കായിരുന്നു വയനാടൻ ജനതയൊക്കെ കൊണ്ടുപോയി എത്തിച്ചത്. കാരണം അത്രയും വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയൊക്കെ ഇത്തരത്തിലേക്ക് ഒരു ആത്മഹത്യയിൽ അഭയം തേടുക എന്നുള്ളത് വളരെ വലിയൊരു വേദനാജനകമായ ഒരു കാര്യം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ പഴയതിയിലെ യുവതി സുഹൃത്തിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി, അതൊക്കെ നമ്മൾ എവിടെയൊക്കെയോ കേൾക്കുന്ന കാര്യം, നമ്മുടെ സ്വന്തം ജില്ലയിൽ നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന അയൽപക്കത്ത് പോലും ഇത്തരം സംഭവങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു നമ്മുടെ ഒരു 2023 ന്യൂ ഇയറിൽ ജനുവരിയിൽ മേപ്പാടിയിൽ ഒരു മുർഷിദ് എന്നൊരു സുഹൃത്തിന്റെ ഒരു കൊലപാതകം, അത് നാട്ടുകാർ തന്നെയാണ്, നാട്ടുകാരിൽ ചിലരാണ് ആ മുർഷിദിനെ കൊലപ്പെടുത്തിയത്. അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു പുതുവത്സരം 2023 ജനുവരിയുടെ തുടക്കം തന്നെ എനിക്ക് തോന്നുന്നു 1-ാം തീയതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഫസ്റ്റ് ദിവസം തന്നെ അത്തരത്തിലുള്ള ഒരു വലിയൊരു കൊലപാതകത്തിലേക്കായിരുന്നു നമ്മൾ ആ ഒരു പുതുവത്സരം ആഘോഷിക്കുന്ന അവസ്ഥയിൽ ഈ ഒരു കൊലപാതകത്തോടെ ആയിരുന്നു വയനാട് അന്ന് ഉണർന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ദർശനയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെയൊക്കെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം കേസെടുത്തു. ഭർത്താവിനെതിരെ, ഭർത്താവിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ എതിരെ കേസെടുത്തിരുന്നു. പക്ഷേ അവരെ റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവർക്ക് ജാമ്യം കിട്ടി വന്ന് ഈ ഒരു ഭർത്താവും അത്തരത്തിലൊരു മരണത്തിലേക്ക് അഭയം പ്രാപിക്കേണ്ട ഒരു അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത്. അങ്ങനെ സൂചിപ്പിച്ചതുപോലെ 2023 ഇത്തരം വലിയ സംഭവങ്ങൾ, ഈ ക്രൈമുമായി ബന്ധപ്പെട്ട കേസുകൾ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ക്രൈമുമായി ബന്ധപ്പെട്ട കേസുകൾ വളരെ വലിയ രീതിയിൽ കൂടിയതായിട്ടാണ് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കേസുകൾ ഇത്രത്തോളം വർദ്ധിച്ചത് എന്നുള്ള എനിക്ക് തോന്നുന്നു ഫിറോസ്, ഈ കോവിഡിന് ശേഷം ആളുകൾ ഇങ്ങനെ ആ ഒരു അടച്ചിരിപ്പിന് ശേഷം ആത്മഹത്യ, അതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെ ഒരുപാട് വർദ്ധിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും അത് ഈ വിദഗ്ധരൊക്കെ പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അതിനൊരു ഭാഗം അവർ ഔദ്യോഗികമായിട്ട് പറയുന്നില്ലെങ്കിലും ഈ കോവിഡൊക്കെ അതിനൊരു കാരണം വരെ ആയി. ഒരു ബസ്സിന് ഒരു കാറ് തട്ടി സ്ത്രീകളെ ഉൾപ്പെടെ പുരുഷന്മാർ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ, അങ്ങനെ നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും
പറഞ്ഞ് സോൾവ് ആക്കേണ്ട പ്രശ്നങ്ങൾക്ക് പോലും ഇത്തരത്തിൽ വലിയ രീതിയിലേക്കുള്ള അടിയും മാരകമായി മുറിവേൽപ്പിക്കുന്നതും കൊലപാതകത്തിൽ പോലും കലാശിക്കുന്ന വിഷയങ്ങളൊക്കെ ഈ ഒരു 2023 ഉണ്ടായി. 2024 ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ കുറയട്ടെ എന്ന് നമുക്ക് പറയാം അല്ലേ? ഫിറോസേ, എന്ത് തോന്നുന്നു ഫിറോസിന് നമ്മുടെ വയനാട് മെഡിക്കൽ കോളേജ് പറയാതിരിക്കാൻ പറ്റില്ല? തീർച്ചയായും ഈ ഒരു വിഷയം പറയുമ്പോൾ തന്നെ നമുക്ക് വിലയിരുത്തേണ്ട ഒരു വിഷയം കൂടിയാണ് വയനാട് മെഡിക്കൽ കോളേജ്. ഏറെ മുറവിളികൾക്കൊടുവിലാണ് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു വിഷയം കൂടിയാണ് മെഡിക്കൽ കോളേജ്. വെറും ബോർഡിൽ ഒതുങ്ങി ജില്ലാ ആശുപത്രിയായിരുന്ന വയനാട് മെഡിക്കൽ കോളേജ്. പക്ഷെ പറയുമ്പോൾ നമ്മൾ പോസിറ്റീവും പറയണം, നെഗറ്റീവും കൃത്യമായി പറയാം. പുതിയ കെട്ടിടങ്ങൾ മെഡിക്കൽ കോളേജിന് വന്നിട്ടുണ്ട്. അത് വളരെ മാതൃകാപരമായ ഒരു കാര്യം തന്നെയാണ്. മറ്റ് പരിശോധനാ സംവിധാനങ്ങളുടെ എക്യുപ്മെന്റ്സുകളും വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പരിശോധിക്കാൻ ആളില്ല. ടെക്നീഷ്യന്മാരെത്തിയിട്ടില്ല. കൃത്യമായ സ്റ്റാഫ് പാറ്റേൺ, ഒരു മെഡിക്കൽ കോളേജിന്റെ സ്റ്റാഫ് പാറ്റേണുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ അഭാവം, നഴ്സുമാരുടെ അഭാവം, അറ്റൻഡർമാരുടെ അഭാവം, ഇതൊക്കെ മെഡിക്കൽ കോളേജിലുണ്ട്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഈ ഒരു നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് പലപ്പോഴും മറ്റ് ജില്ലകളെയാണ് ആശ്രയിക്കേണ്ടത്. ആ അവസ്ഥ ശരിക്കും ഇപ്പോഴും തുടരുന്നുണ്ട്. ഇവർ പ്രധാനമായിട്ടും പറയുന്നത് ഒരു ബോർഡിൽ ഒതുങ്ങി എന്നുള്ളതാണ്. പക്ഷെ ബോർഡിൽ ഒതുങ്ങി എന്നുള്ള ആരോപണത്തിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും അക്കാര്യം നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. കാരണം കൃത്യമായി തന്നെ മറ്റ് സംവിധാനങ്ങളും കെട്ടിടങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജിന്റെ രൂപത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ നിന്നും കിട്ടുന്ന എല്ലാവിധ സംവിധാനങ്ങളും അല്ലെങ്കിൽ അവിടെ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റും. കാരണം കൃത്യമായിട്ടുള്ള ഇതിനു മുൻപ് നടന്ന മരണങ്ങൾ, കൃത്യമായി ചികിത്സ മാറിയ സംഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് നിരത്താൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ഇപ്പം ഈ MBBS ക്ലാസ് ഈ അധ്യയന വർഷം മുതൽ തന്നെ തുടങ്ങുകയാണ്. ഇതിലൊക്കെ നമുക്ക് വേണ്ടത് കൃത്യമായി വയനാടൻ ജനതയ്ക്ക് അവരുടെ ജീവൻ പൊലിയാതെ, അതായത് ചികിത്സ കിട്ടാതെ ജീവൻ പൊലിയുന്നൊരു അവസ്ഥ ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ട് പോലും അത് ലഭിക്കാതെ പോകുന്നൊരവസ്ഥയിലേക്ക് ഇനി പോകരുത്. അതിനെങ്കിലും കൃത്യമായി സർക്കാരും മറ്റ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ 2024 ശക്തമായ നടപടി എടുക്കേണ്ടതാണ്, എടുക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ. നമുക്കറിയാം, നവകേരള സദസ്സ് നമ്മുടെ ജില്ലയിലും വന്നിരുന്നു. ആ ബന്ധപ്പെട്ട അധികൃതരൊക്കെ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ നമുക്കറിയാം. ഈ നവകേരള സദസ്സ് 3 സ്ഥലങ്ങളിലാണ്, നമ്മുടെ 3 താലൂക്കുകൾ കൽപ്പറ്റയും ബത്തേരിയും മാനന്തവാടിയുമാണ് വന്നത്. അപ്പോൾ അതിൽ പ്രധാനമായും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളാണ്. വയനാടിന്റെ ഓരോ പ്രഭാത മീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിദഗ്ധരും ബന്ധപ്പെട്ടവരൊക്കെ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റു മന്ത്രിമാരെ ഇതൊക്കെ ധരിപ്പിക്കുക, ഒപ്പം തന്നെ പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ സ്വീകരിക്കുക. പക്ഷേ ഈ ഒരു വിഷയങ്ങളിലൊക്കെ തന്നെ വയനാട്ടിൽ നിന്നും പ്രധാനമായും ഈ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നവകേരള സദസ്സിനൊക്കെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സ് വന്നു, പക്ഷേ അതിലൊക്കെ കൃത്യമായ ഇടപെടലുകളും കാര്യങ്ങളുമാണ് നമുക്ക് വേണ്ടത്. ഈ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇത്തരം പരാതികളൊക്കെ ലഭിച്ചിട്ടുണ്ട് നവകേരള സദസ്സിന്. പക്ഷെ അതിന് കൃത്യമായ ഫോളോ അപ്പ് വേണം, എന്നാൽ മാത്രമേ സുതാര്യമായിട്ട് കാര്യങ്ങൾ പോവുകയുള്ളൂ. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. അതുപോലെ തന്നെ കാർഷിക മേഖല, നമ്മുടെ ജില്ല കാർഷിക ജില്ലയാണ്. കാർഷിക മേഖലയിലെ കാര്യങ്ങൾ പറയാതെ നമുക്ക് ഒരു വർഷം ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ നട്ടലാണ് കൃഷി എന്നുള്ളത്. കാരണം ഒരു നേരത്തെ കൃഷി നമുക്കില്ലെങ്കിൽ, കൃഷി ചെയ്തില്ലെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ കർഷകന് വേണ്ട ഒരു പരിഗണന തന്നെ കൊടുക്കണം. അത് എന്ത് തന്നെയായാലും മറ്റാർക്ക് കൊടുക്കുന്നതിലും എൻ്റെയൊക്കെ വ്യക്തിപരമായ അഭിപ്രായം കർഷകർക്ക് തന്നെ അതിൽ മുന്തിയ പരിഗണന നൽകണം. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേറെ എന്ത് നേട്ടങ്ങളും, പണം ഉണ്ടായിട്ട് പോലും നമുക്ക് കൃത്യമായിട്ട് ഭക്ഷണ സാധനങ്ങൾ, കുറേ പണം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ഭക്ഷണ സാധനങ്ങളില്ല, അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ കാർഷിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വയനാട്ടിൽ പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ട്. പ്ലാനിംഗ് അല്ല, കൃത്യമായ ഒരു സംവിധാനങ്ങളുണ്ട്. ജൂണിൽ തുടങ്ങി മഴ അവസാനിക്കുന്നത്, പിന്നെ നമുക്ക് വേനൽക്കാലം തുടങ്ങുന്നത്, ഇതെല്ലാം തന്നെ ഈ കാലാവസ്ഥ വ്യതിയാനത്തോട് ഇതൊക്കെ മാറി. ഈ മാറ്റം കൃഷിയിലും കൃത്യമായി പ്രകടമായി. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തവണ കാർഷിക വിളകൾക്കൊക്കെ നല്ല വില ലഭിച്ചിരുന്നു. ഇപ്പൊ കാപ്പി ആയാലും കുരുമുളകായാലും ഇപ്പോഴത്തെ ഈ ഒരു ഡിസംബർ മാസത്തിലൊക്കെ കൃത്യമായിട്ട് അതിന് വില കിട്ടി. പക്ഷെ നമ്മുടെ കർഷകർക്ക് ഇതിന് ഗുണം ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് ഗുണം ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം മൂലം കാർഷിക വിളകൾ ഉൽപാദനം കുറഞ്ഞു. അതുപോലെ തന്നെ വന്യമൃഗശല്യമുണ്ട്. കാപ്പിയായ കുരങ്ങ് കൊണ്ടുപോകും, ചേനയാണെങ്കിൽ അത് പന്നി കൊണ്ടുപോകും, നെല്ലാണെങ്കിൽ മാൻ തിന്നിട്ട് ഒന്നും കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ പലരും കൃഷിയിൽ നിന്ന് പിന്തിരിയുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു പ്രതിസന്ധി മൂലം തന്നെ ഈ ഒരു വർഷം തന്നെ നമുക്ക് 5 കർഷകരാണ് വയനാട്ടിൽ ആത്മഹത്യ ചെയ്തത്. മുൻ വർഷങ്ങളിലൊക്കെ ഇത് കൂടുതലായിരുന്നു. പക്ഷെ പല ഇടപെടലുകളും ഈ കർഷക ആത്മഹത്യക്ക് പ്രധാന കാരണം എന്നുള്ളത് ഈ കാർഷിക വിളകൾ നശിച്ചു, കർഷകന് വരുമാനമില്ല. ഈ ഒരു അവസ്ഥയിൽ ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് കൃഷി ചെയ്യുന്നത്. പക്ഷെ കൃത്യമായി തിരിച്ചടവ് വരാതെയാവുമ്പോൾ ബാങ്കിൽ അധികൃതർ കർഷകരെ വിളിക്കുന്നു. ഇത്രയും വലിയ പലിശയും പിഴ പലിശയൊക്കെ അടക്കം ഇത്രയും തുകയുണ്ടെന്ന് കേൾക്കുമ്പോൾ അവൻ ഒരു കയറ് അവന്റെ ജീവൻ നഷ്ടമാക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു. വളരെ ദാരുണമായ ഒരു അവസ്ഥ. അതിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഒരുപാട് കർഷകര് ഫിറോസ് ഇപ്പം ക്ഷീരമേഖലയിലേക്ക് തിരിയുന്നുണ്ട്. ഒത്തിരി കർഷകരുണ്ട് ക്ഷീരമേഖലയിൽ. പക്ഷെ ഇപ്പൊ അവർക്കും ഒരു പ്രതിസന്ധി വന്നിരിക്കുക. ഈ വന്യമൃഗശല്യം ക്ഷീരമേഖലയാണ് ഏറ്റവും. ഓരോ ദിവസവും വയനാട്ടിൽ നിന്നും ഒരു പശുവെങ്കിലും കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ. കടുവ ഉൾപ്പെടെ, പുലി ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ആക്രമിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിന് ജീവൻ നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ ഈ വന്യമൃഗശല്യവും ഈ കാർഷിക മേഖലയ്ക്ക് വലിയൊരു ഭീഷണി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ ഈ വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഈ കാർഷിക മേഖലയും രക്ഷപ്പെടുകയുള്ളൂ. രണ്ടും രണ്ട് സംഭവമാണെങ്കിൽ പോലും ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിഷയം എന്നുള്ള ചോളത്തണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മൾ പ്രധാനമായിട്ടും കർണാടകയൊക്കെയാണ് നമ്മൾ മറ്റ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ചോളത്തണ്ട് എന്നുള്ളത്. നമുക്കറിയാം ജില്ലയിലെ ഈ മഴയൊക്കെ കുറഞ്ഞതോടെ പച്ചപ്പുല്ല് കിട്ടാത്ത സാഹചര്യം, അതുപോലെ പയൽ കൃഷി കുറഞ്ഞതോടെ കച്ചി കിട്ടാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ചോളത്തണ്ടൊക്കെ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട് നമ്മുടെ ജില്ലയിലേക്ക്. പക്ഷെ അത് പ്രധാനമായും പറയുന്നത് കർണാടകയിൽ ഉൽപാദനം കുറഞ്ഞത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ അത് എത്താത്തത് കൊണ്ട് നമ്മുടെ ക്ഷീരമേഖലയുടെ പ്രശ്നം അത് താളം തെറ്റി. ക്ഷീരമേഖല താളം തെറ്റി. അതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുത്തു കഴിഞ്ഞു. MP ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള ആരോപണവുമായി ഇതിനു മുൻപ് CPM സമരം തുടങ്ങി. LDFന്റെ കൺവീനറൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ബോർഡറിലൊക്കെ വന്ന് ആ സമരമൊക്കെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. എന്തായാലും ഈ ഒരു വിഷയത്തിന് നമ്മളിപ്പോൾ അവരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നമുക്കിവിടെ ക്ഷീരമേഖലയും മറ്റു കാര്യങ്ങളൊക്കെ പോവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഒരു ശാശ്വത പരിഹാരം, ആ ചോളത്തണ്ട് എങ്ങനെയായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, അതുപോലെയുള്ള ഒരു അവസ്ഥ ഇപ്പോഴും വേണം എന്നുള്ളത് തന്നെയാണ്. അതിനൊരു നടപടി നമുക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഫിറോസ്. നമുക്കറിയാം വയനാട് ലഹരിക്കടത്തിന്റെ ഒരു കേന്ദ്രമായി മാറി ഈ കഴിഞ്ഞ വർഷം. എനിക്ക് തോന്നുന്നു ഞാനും സുമിയൊക്കെ രാവിലെ ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യം കൊടുക്കുന്ന ഒരു വാർത്ത എന്നുള്ളത് MDMA പിടികൂടി, കഞ്ചാവ് പിടികൂടി. ഇതിലൊക്കെ മുൻപന്തിയിലുള്ളത് ഒരു 20-നും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ്, യുവാക്കളാണ് പ്രധാനമായും. ലഹരിക്കടത്തിന്റെ പ്രധാന കേന്ദ്രമായി വയനാട് മാറുകയാണ്. അതിൽ നമ്മുടെ പോലീസിനെയും നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം എക്സൈസിനെയും അഭിനന്ദിക്കേണ്ടതുണ്ട്. കൃത്യമായ ഇടപെടലുകളിലൂടെ ഈ കേസുകളൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും വലിയ അളവിൽ MDMA പിടികൂടിയതും നമ്മുടെ വയനാട്ടിൽ തന്നെയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി വാർത്താ സമ്മേളനം നടത്തിയിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. കഞ്ചാവ് അതുപോലെ ബൈരക്കുപ്പ വഴിയും മറ്റ് സ്ഥലങ്ങളിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള നമ്മുടെ വയനാട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയായിട്ട് ഒരു സുഗമമായിട്ട് ഇതിങ്ങോട്ട് കടത്തി കൊണ്ടുവരാൻ പറ്റും. ഒരു പുഴയുടെ ഒരു ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ആ പുഴയിലൂടെ തോണി വഴി ഇത്തരം കാര്യങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നു. ബസ്സിൽ കഞ്ചാവ് കടത്തുന്നു, MDMA കടത്തുന്നു. കൃത്യമായ ഒരു ഇടപെടൽ. നമ്മുടെ ഇനി വരുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു യുവതലമുറ നാശത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ് ഈ പിടിക്കപ്പെടുന്ന കേസുകളൊക്കെ വരുന്നത്. പക്ഷെ അത് കൃത്യമായി പോലീസും എക്സൈസ് വകുപ്പും ഒക്കെ, എക്സൈസ് വകുപ്പിന്റെ ഒക്കെ പ്രത്യേകിച്ച് പരിശോധനാ സംവിധാനങ്ങൾ, പോലീസിനൊക്കെ ഇത് പ്രത്യേകിച്ച് കണ്ടെത്തുന്നതിന് വേണ്ട സംവിധാനങ്ങൾ, ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ മാതൃകാപരമാണ്. ഒപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ ഈ 2024 ഈ എന്തായാലും ഇത് പൂർണ്ണമായും കുറയുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ കാല അനുഭവങ്ങളൊക്കെ വെച്ച് ഇത് പൂർണ്ണമായും ഇതില്ലാതെ, പക്ഷെ ആ ഒരു കണക്കുകളിലൊക്കെ വളരെ കുറവ് വരുത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ ഫിറോസ്, നമുക്ക് പ്രമുഖരായ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന സാമൂഹ്യ രാഷ്ട്രീയ മറ്റ് മേഖലകളിലൊക്കെ ഉള്ള ഒരുപാട് പേരെ നഷ്ടപ്പെട്ട ഒരു വർഷമാണ് കടന്നുപോയത്. തീർച്ചയായും ഉമ്മൻചാണ്ടി, കോടിയേരി ബാലകൃഷ്ണൻ, മാമുക്കോയ, അങ്ങനെയുള്ള ഒരുപാട് ഇന്നസെന്റ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരുപാട് പ്രമുഖരുടെ മരണം നമുക്ക് വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി. നമ്മളൊക്കെ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും വാണി ജയറാം, അതെ, അതുപോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തമിഴ് സിനിമാ നടൻ വിജയകാന്ത് ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ മരണം വളരെയേറെ ദുഃഖത്തിലാഴ്ത്തി. നമുക്ക് അവരുടെ ഒരു കഥാപാത്രങ്ങൾ, ഇപ്പൊ രാഷ്ട്രീയക്കാരാണെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനം നമ്മളത് വളരെ ഇഷ്ടപ്പെടും. സിനിമാ നടന്മാരാണെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ, ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മളിൽ
നമ്മുടെ കുടുംബത്തിലൊരു അംഗമായിട്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ളവരെയൊക്കെ കാണുന്നത്. അവരുടെയൊക്കെ ഒരു മരണം ഈ 2023 സംബന്ധിച്ച് പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയും കോടിയേരിയും അതുപോലെ ഈ പ്രത്യേകിച്ച് മറ്റുള്ളവരൊക്കെ അതിനിടയ്ക്ക് നമ്മൾ പരാമർശിക്കപ്പെടാതെ പോയ ഒരുപാട് ഉണ്ട്. അതിലേറ്റവും കൂടുതൽ ജനങ്ങളുമായി അടുത്തിടപഴകുന്ന എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ളവരുടെയൊക്കെ ഈ ഒരു പേര് നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്ത് പറയുകയുണ്ടായത്. എന്തായാലും നല്ല ഒരു പുതുവർഷം ആയിരിക്കും ഇത്തവണത്തേത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുമി, അത് പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. നമ്മൾ എല്ലാ ഇയർ എൻഡിങ് പ്രോഗ്രാമിലും നമ്മൾ പറയുന്നത് വയനാടിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. അതിൽ നമ്മൾ മുൻപൊക്കെ, അതായത് 2022-23 നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രാത്രി യാത്രാ നിരോധനം. പ്രേക്ഷകർ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവാം, ഈ പറഞ്ഞതൊക്കെ വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷെ അതിലൊക്കെ ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്നതും സംസ്ഥാന ശ്രദ്ധയെ ആകർഷിക്കേണ്ടതും ദേശീയ ഇടപെടലുകളും സംസ്ഥാന ഇടപെടലുകളും ഒക്കെ നടത്തേണ്ട വിഷയങ്ങളാണ് ഈ രാത്രി യാത്രാ നിരോധനം എന്നുള്ളത്. വയനാടിന്റെ വികസനത്തെ ഒരുപാട് പിന്നോട്ടടുപ്പിച്ച ഒരു വിഷയമാണ്. നമ്മൾ ഇവിടെ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കർണാടകയോ തമിഴ്നാടിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ പഠനം നടത്തുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പോകേണ്ടി വരുന്നുണ്ട്. ഈ ഒരു പ്രത്യേക 9 മണി കഴിഞ്ഞാൽ നമുക്ക് ബോർഡർ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ കോരന് കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്ഥിതി തുടരുകയാണ്. അതിൽ കൃത്യമായൊരു ഇടപെടലുകൾ അതിൽ വളരെ ഇനിയിപ്പം പറഞ്ഞതുപോലെ 2024 പാർലമെന്റ് ഇലക്ഷനൊക്കെയാണ് വരുന്നത്. അപ്പോൾ പാർലമെന്റും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ ഇടപെടേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇത്തരം കോടതിയിലാണെങ്കിൽ പോലും സർക്കാരുകൾക്ക് അതിൽ വഹിക്കേണ്ട പങ്കുണ്ട്. ഈ കോടതി നടപടികളൊക്കെ വേഗത്തിലാക്കുകയും അതിന്റെ കൃത്യമായ വിവരങ്ങൾ കൊടുക്കുകയും നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ കോടതിയെ അറിയിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് വേണ്ടത് എപ്പോഴും തെളിവാണ്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇതിനൊരു നടപടി ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് അത് കുറേ മുന്നോട്ട് പോകുന്നു, ബാക്കോട്ട് വരുന്നു, പിന്നെയും മുന്നോട്ട് പോകുന്നു, ബാക്കോട്ട് വരുന്നു. ഈ വിഷയങ്ങളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ചുരത്തിന്റെയൊക്കെ വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം മാർഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് ഏറ്റവും കൂടുതൽ അനുഗ്രഹമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിനും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ബന്ധപ്പെടാനൊക്കെ ഈ ഒരു വിഷയം കൂടെ. ഇതിനു കൂടെ സുമി മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. നമ്മുടെ ടൂറിസം മേഖലയായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് കാര്യം കൂടിയാണ്. നമുക്ക് ഈ സ്വകാര്യ സംരംഭകരൊക്കെ ഇത്തരത്തിൽ ഇവിടെ ടൂറിസം മേഖലയിലൊക്കെ മുതൽ മുടക്ക് നടത്തിയതുകൊണ്ട് നമ്മുടെ ടൂറിസം മേഖല ഒരുപാട് വളർന്നു വരുന്നുണ്ട്. വളരെ വലിയ രീതിയിൽ സ്വകാര്യ സംരംഭങ്ങളായിക്കോട്ടെ, മറ്റ് DTPCയുടെ കീഴിലുള്ള ടൂറിസം കേന്ദ്രങ്ങളായിക്കോട്ടെ, ഇതൊക്കെ വളരെ വലിയ രീതിയിൽ വരുന്നു. പക്ഷേ അപ്പോഴും നമ്മുടെ പശ്ചാത്തല സൗകര്യം, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇതിന് പലപ്പോഴും ചുരത്തിലെ ബ്ലോക്കൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെയാണ് ചുരത്തിൽ വന്ന് കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി 2024 ഘട്ടം ഘട്ടമായി മാത്രമേ മാറ്റാൻ കഴിയുകയുള്ളൂ. പെട്ടെന്ന് ഇന്ന് തന്നെ നാളെ വലിയൊരു മാറ്റം വേണമെന്ന് പ്രതീക്ഷിച്ച ആരെക്കൊണ്ടും സാധിക്കാത്തൊരു കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങൾ, പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഘട്ടം ഘട്ടമായി ഏത് പ്രശ്നങ്ങൾക്കാണ് പ്രാതിനിധ്യം കൊടുക്കേണ്ടത്, ഏത് പ്രശ്നങ്ങളാണ് രണ്ടാമതായി മാറ്റിവെക്കേണ്ടത്, അത്തരം പ്രശ്നങ്ങളൊക്കെ കൃത്യമായി തന്നെ ഇനി വരുന്ന പാർലമെന്റിൽ വരുന്ന രാജ്യത്ത് വരുന്ന പുതിയ സർക്കാരായാലും എല്ലാം തന്നെ, പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരായാലും നമ്മുടെ ജില്ലാ ഭരണകൂടമായാലും തദ്ദേശ സ്ഥാപനങ്ങളായാലും ഇതിനൊക്കെ ഒരു നടപടി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുമി, ഒരുപാട് വിഷയങ്ങൾ വയനാടുമായി ബന്ധപ്പെട്ട് പോസിറ്റീവും നെഗറ്റീവും എന്തായാലും അത്തരം രണ്ട് സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഇതിൽ പരാമർശിക്കപ്പെടാതെ പോയ വിഷയങ്ങളും ഉണ്ടാവാം. പ്രത്യേകിച്ച് വലിയ മറ്റ് വിഷയങ്ങളൊക്കെ. എന്നിരുന്നാലും നമ്മൾ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും നമ്മളെ പ്രേക്ഷകർക്ക് നല്ലൊരു ആശംസ നേരാം. മലനാട് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. നന്ദി, നമസ്കാരം.